മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നാളെ പ്രയാഗ്രാജിലെത്തും. ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനത്തിന് ശേഷം ബഡേ ഹനുമാൻ ക്ഷേത്രവും അക്ഷയവത്തും സന്ദർശിക്കും. ഒരു ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങും. വിവരങ്ങളുമായി നിഖിൽ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. നിഖിൽ, ആഭ്യന്തരമന്ത്രി നാളെ പ്രയാഗ്രാജിലെത്തും. മറ്റ് വിശദാംശങ്ങൾ കൂടി. കെ പി, ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ രാവിലെ 11:25 കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രയാഗ്രാജിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. 11:25 കൂടി പ്രയാഗ്രാജ് എത്തുന്ന അമിത്ഷാ അവിടെ നിന്ന് നേരെ ഈ ഒരു ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിന് വേണ്ടി എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്നാനത്തിന് ശേഷം ഒരു ഹനുമാൻ ക്ഷേത്രത്തിലും ഒപ്പം അദ്ദേഹം ദർശനം നടത്തുന്നത്, ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ജൂന അഖാഡ സന്ദർശിക്കും എന്ന് ഒരു അറിയിപ്പ് കൂടി ലഭിച്ചിട്ടുണ്ട്. അതായത് ജൂന അഖാഡ സന്ദർശിച്ച അദ്ദേഹം അവിടുത്തെ മഹാരാജ് അവിടുത്തെ പ്രധാനപ്പെട്ട സന്യാസി മഹാമണ്ഡലേശ്വർ അടക്കമുള്ളവരുമായും കൂടിക്കാഴ്ച നടത്തുന്നത്. അവരുമായൊപ്പം ഉച്ചഭക്ഷണവുമാണ് ഇപ്പോൾ അമിത്ഷായുടെ ആ ഷെഡ്യൂൾ പ്രകാരം ഉച്ചയ്ക്കുള്ളത്. അങ്ങനെയെങ്കിൽ ജൂന അഖാഡയിൽ ഏറ്റവും പുതുതായി അവിടെ നിന്ന് ലഭ്യമാകുന്ന വാർത്ത അനുസരിച്ച് ജൂന അഖാഡയിൽ പുതിയ മഹാമണ്ഡലേശ്വരനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് മലയാളിയായ, കേരളത്തിൽ നിന്നുള്ള ആദ്യ മഹാമണ്ഡലേശ്വരായ ആനന്ദവനം സ്വാമിയാണ്. അദ്ദേഹമാണ് ജൂന അഖാഡയിൽ ഏറ്റവും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മഹാമണ്ഡലേശ്വർ. ഇപ്പൊ ലഭ്യമാകുന്ന വിവരമനുസരിച്ചിട്ടാണെങ്കിൽ അദ്ദേഹം അടക്കമുള്ളവരുമായും അമിത്ഷാ നാളെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഗുരു ശരണാനന്ദ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലും, സ്വാമിയുടെ ആശ്രമത്തിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. അമിത്ഷാ സന്ദർശനം നടത്തുന്നത്. അതിനുശേഷം അദ്ദേഹം ശങ്കരാചാര്യന്മാർ, ശൃംഗേരി, പുരി, ദ്വാരക എന്നിവിടങ്ങളിലെ ശങ്കരാചാര്യന്മാരുമായും അമിത്ഷാ നാളെ കൂടിക്കാഴ്ച നടത്തും എന്ന ഒരു വിവരം ലഭ്യമായിട്ടുണ്ട്. അവിടെ നിന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടുത്തെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം അമിത്ഷാ നാളെ വൈകുന്നേരത്തോടെ, ഒരു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അമിത്ഷാ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. എം നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.